നമസ്കാരം, ഞാൻ ഡോക്ടർ ഷർമദ് ഖാൻ, തിരുവനന്തപുരം ജില്ലാ ആയുർവേദ ആശുപത്രി വർക്കലയിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. 2019 നമ്മൾ ആദ്യമായി കേട്ടൊരു വാക്കാണ് കോവിഡ്. പകർച്ചവ്യാധിയാണെന്നും അതൊരു വൈറസ് ഡിസോർഡർ ആണെന്നും ഒക്കെ എല്ലാവരിലും വ്യാപകമായ പ്രചാരണം ലഭിക്കുകയും പരമാവധി ആരോഗ്യത്തോടെ ഇരിക്കുവാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണമോ അത് മുഴുവൻ നമുക്ക് നിർദ്ദേശങ്ങളായി ലഭിക്കുകയും അതൊക്കെ അനുസരിക്കുകയും ചെയ്ത പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടിയാണ് കോവിഡ് സംബന്ധിച്ച് നമുക്കുള്ളത്. പല രാജ്യങ്ങളിലും ഒരേപോലെ പടർന്നു പിടിക്കുകയും മാരകമാകുകയും പലയിടത്തുമുള്ള മരണങ്ങൾ ഭീതിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയും അതനുസരിച്ച് ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ തയ്യാറാകുകയും ചെയ്ത കോവിഡ് വീണ്ടും ഒരിക്കൽ കൂടി തലപൊക്കുകയാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് കോവിഡിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ ചർച്ചാ വിഷയമാണ്. ഏറ്റവും പ്രധാനം ആരോഗ്യത്തോടെ ഇരിക്കുക, രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല മരുന്നുകൾ കഴിച്ചും പല രീതികൾ കൊണ്ടും ഭക്ഷണത്തിലെ വ്യത്യാസവും വ്യായാമത്തിലെ വ്യത്യാസവും ഒക്കെ കൊണ്ടും മനുഷ്യൻ ആരോഗ്യമുള്ളതിനേക്കാൾ ആരോഗ്യമില്ലാത്തവരായി ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കില്ലെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ദീർഘനാൾ ജീവിക്കുന്ന, നമ്മുടെ ലൈഫ് സ്പാനൊക്കെ കൂടിയെങ്കിലും ആരോഗ്യമില്ലാതെ ജീവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കൂടുതലുമുള്ളത്. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കും അതുപോലെ മറ്റ് രോഗങ്ങളുമായി പ്രശ്നങ്ങളുള്ളവർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവർക്കുമൊക്കെ കോവിഡ് ബാധിച്ചാൽ പാലിയേറ്റീവ് രോഗികൾ ഉൾപ്പെടെ തളർന്നു പോകുന്ന, മരിച്ചു പോകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത് അത്തരത്തിലുള്ള ആൾക്കാരെയാണ്. എന്നാൽ പൊതുവായിട്ടുള്ള എല്ലാ പേരും തന്നെ ഇവരിലേക്ക് രോഗം പകർത്തുവാൻ പര്യാപ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. നമ്മളൊരു മാസ്ക് വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് വൈറസ് കിട്ടാനുള്ള സാധ്യതയൊന്ന് കുറയുന്നു. അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ജലദോഷമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മൂക്കടപ്പ്, പനി ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും, ഇല്ല എന്നിരിക്കും, ആ രീതിയിലൊക്കെയുള്ള പല തരത്തിലുള്ള കോവിഡിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള വൈറസിനെ തുടർന്ന് പല തരത്തിലുള്ള ലക്ഷണങ്ങളായിരിക്കും കാണുക. ഇവയൊക്കെ തന്നെ ഒരു പക്ഷേ കോവിഡ് ആകാം എന്ന് ഒരു ജലദോഷമുള്ള, ഒരു തുമ്മലുള്ള ഒരാൾ തന്നെ വിചാരിച്ചു കൊള്ളുക. എന്നിട്ട് പരമാവധി അത് മറ്റൊരാളിലേക്ക് കൊടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയാണ് ഏറ്റവും കൂടുതലായി വേണ്ടത്. മാസ്ക് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് മാസ്ക് മാറ്റി മൂക്കിൽ തൊടുകയും വായിൽ തൊടുകയും അത് നമ്മൾ മറ്റു പല ഇടങ്ങളിലും ചെന്ന് തൊട്ട് പിടിച്ച് അത് പിന്നെ മൂക്കിലേക്ക് വെക്കുകയും ഒക്കെ ചെയ്താൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് വഴി വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. പരസ്യമായി തുമ്മുന്നതിനും ചീറ്റുന്നതിനും യാതൊരു ശ്രദ്ധയുമില്ലാത്ത ആൾക്കാരാണ് നമ്മളെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ചെയ്യുന്നതിന് നമുക്ക് മടിയില്ലാത്തവരും, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 ദിവസം വരെ വൈറസ് അവിടെ ജീവിച്ചിരിക്കുകയും അതിലൊക്കെ തൊടുകയും, നമ്മൾ സ്റ്റെയർ കേസ് കയറുമ്പോൾ അതിൻ്റെ സമീപത്ത് അതിൻ്റെ കൈവരിയിൽ പിടിക്കുക, അതുപോലെ ലിഫ്റ്റിൽ കയറുമ്പോൾ പിടിക്കുക, ഡോറിൻ്റെ ഹാൻഡിലിൽ പിടിക്കുക, അതുപോലെ റിമോട്ടിൽ പിടിക്കുക, മറ്റൊരാളുടെ മൊബൈൽ വാങ്ങി നോക്കുക, പേന വാങ്ങി ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം മറ്റൊരാളിൻ്റെ കൈകളിലൂടെ ആ വസ്തുവിലൂടെ തിരിച്ചു നമ്മുടെ കയ്യിലേക്ക് ഈ വൈറസ് പകരുകയും അത് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റായ മൂക്ക്, വായ തുടങ്ങിയ ഭാഗങ്ങളിലൂടെ വൈറസ് ബാധിക്കുകയും ചെയ്യും. അങ്ങനെ ബാധിക്കുന്ന വൈറസിൻ്റെ തീവ്രത അനുസരിച്ചാണ് പിന്നെ ഇയാൾ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നിശ്ചയിക്കപ്പെടുന്നത്. നമുക്കറിയാം, മുൻപ് വന്നിട്ടുള്ള വൈറസിൻ്റെ ആ ഒരു ഭീകര അവസ്ഥ നമുക്ക് തടയുവാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു വിജയിച്ചവരാണെങ്കിൽ പോലും അന്ന് ഈ ഒരു വൈറസും കൂടെ ബാധിച്ചത് കാരണം ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട്, നമ്മളിൽ പലരുമുണ്ട്. അവരൊക്കെ തന്നെ കോവിഡിന് ശേഷം ആരോഗ്യമില്ല ഡോക്ടറെ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള അസുഖങ്ങളുമായിട്ട് ഒരുപക്ഷെ ഡൈമറൊക്കെ വല്ലാണ്ട് കൂടിയിട്ട് 0.5 പകരം 50ഓളം യൂണിറ്റിലേക്ക് ഡൈമറൊക്കെ കൂടുകയും ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എപ്പോൾ വേണമെങ്കിലും വരാമെന്നും, അതുപോലെ തന്നെ ഒരു വിഗറസ് എക്സസൈസിന് തുടർന്ന് ഒരുപക്ഷെ വീണ് മരിച്ചു പോകാമെന്നും ഒക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് കിതപ്പുള്ള, നടക്കുവാൻ പ്രയാസമുള്ള, കുറച്ചു നേരം നടന്നാൽ കിതച്ചിരുന്നു പോകുന്ന രീതിയിലേക്ക് കോവിഡ് മനുഷ്യനെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഭക്ഷണ രീതിയിലും വ്യായാമത്തിലും ഉൾപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കുവാൻ കൂടുതൽ നാൾ മരുന്ന് കഴിക്കേണ്ട ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക. റെസ്പിറേറ്ററി ട്രാക്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ തന്നെ ശരിയായി നമ്മൾ ഇപ്പോഴും നിയന്ത്രണത്തിലാക്കി കൊണ്ടുപോകുന്നത് എന്ന് ഉറപ്പാക്കുക. എവിടെ ആർക്ക് ഒരു ഇൻഫെക്ഷസ് ഡിസീസ്
ഈ പറഞ്ഞ തുമ്മലോ ചീറ്റലോ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കോവിഡിനെ നമുക്ക് തുരത്തുവാൻ സാധിക്കും.